ഹലോ ഗൈസ്, അപ്പൊ നമ്മളിന്ന് സൺഡേ ആയിട്ട് ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ പോയി ഐറ്റംസ് മേടിച്ചോണ്ടാ. അപ്പോൾ അത് സാധനങ്ങളൊക്കെ വാങ്ങി ഇതേ ഇപ്പോൾ ഇതാ വന്നു. ചിക്കൻ വാങ്ങി വരുമ്പോഴേക്കും നമുക്ക് ഇതൊക്കെ ഒന്ന് നന്നാക്കി വെക്കണം. അപ്പൊ നമ്മുടെ ചിക്കൻ മിഷൻ സ്റ്റാർട്ടഡ്. 4 പീസായിട്ട് കട്ട് ചെയ്ത് വാങ്ങിയതാണിത്. നമുക്കിനി മസാല ഉണ്ടാക്കാനായിട്ട് തക്കാളി, സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ചെറുനാരങ്ങ, കുറച്ച് നീര്, അതും പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തു കേട്ടോ. പണിയെടുക്കണ കണ്ട് നോക്കിയിട്ട് പോവാണ്. അതാ ചിക്കൻ നന്നായിട്ട് വരഞ്ഞിട്ടിട്ട് നമ്മൾ അതിലൊക്കെ ഫുള്ള് മസാല വെക്കുക കേട്ടോ. റെഡിയായി നിൽക്കുന്ന ചിക്കൻ രണ്ടും കൂടെ ഉണ്ട്. ഹലോ ഗൈസ്, ഞങ്ങൾ ഗ്രിൽഡ് അടിക്കണ കാണാൻ തോന്നുന്നുണ്ട്. പതിവില്ലാണ്ട് ഇവിടെ മഴ പെയ്യാണ്. എന്ത് വിധി ഇത്! മോട്ടർ നിറഞ്ഞു പോണെന്നാണ് ആദ്യം വിചാരിച്ചത്, പക്ഷെ ഹെവി മഴ. അതെ, അതെ. നാളെ ഞങ്ങൾ ആ ഗ്രില്ലൊക്കെ എടുത്ത് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അടുപ്പൊക്കെ കൂട്ടി തീ പിടിപ്പിക്കാൻ പോവാണ്. കൽക്കരി അതിന് വേണ്ടിയിട്ട് പൊട്ടിക്കുക കേട്ടോ. ഇന്നിനി മഴ പെയ്യില്ലെന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ കത്തിച്ച് തുടങ്ങാണ്. നല്ല കനലാക്കി എടുക്കൽ, അതാണ് ആദ്യത്തെ ഏറ്റവും വലിയ ടാസ്ക്. പതിയെ പതിയെ ചൂട്ടും പേപ്പറും അതൊക്കെ വെച്ചിട്ട് തീ ആയി തുടങ്ങി. ഞങ്ങൾ ഇന്ന് അതുവരെ തന്നെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. തീ ആവുമ്പോഴേക്കും ഞങ്ങൾ ആ ചിക്കൻ എടുക്കാൻ പോകണം. തീ സെറ്റായിപ്പോ ഐസായിരിക്കാണ്. ഇങ്ങനെ നിങ്ങൾ വിചാരിക്കും, നിനക്ക് ആനന്ദാന്ന് പറയൂ. ഇതെന്താ പറ്റിയെന്നറിയാം, ഞങ്ങൾ ഇന്നലെ ഇത് സെറ്റ് ചെയ്ത് ഫ്രീസറിൽ വെച്ചതല്ല, കറണ്ട് പോയേക്കായിരുന്നു. അതുകൊണ്ട് ഫ്രീസറിൽ തന്നെയാണ് വെച്ചത്. കുറച്ചുകൂടെ നേരത്തെ ഇറക്കി വെക്കേണ്ടതായിരുന്നു. ഇപ്പം അത് തന്നെ ചിക്കൻ നല്ല ഐസായിട്ട് ഇരിക്കുകയാണ്. 24 മണിക്കൂർ വരട്ടി പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അതെ, ഈ ചിക്കൻ ഈ ഐസ് കട്ടയിലുള്ളത് വേർപ്പെടുത്തിയെടുത്തിട്ട് ഗ്രില്ലടിക്കാൻ. അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗിലാണ് ഇപ്പം. നമ്മളിതാ ഫൈനലി ഗ്രില്ലിലേക്ക് വെക്കുകയാണ്. ചിക്കൻ കനലിലേക്ക് കിടന്നതിന് ചൂടാവട്ടെ. വേർട്ടാ എന്താ കുറച്ച് എണ്ണ വെട്ടി കൊടുക്കാണ്. നമ്മുടെ ഗ്രില്ല് കുറച്ച് കരിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ ഉള്ളൊക്കെ സെറ്റാണ്. ചിക്കനൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വേഗം മന്തി റൈസ് വാങ്ങിട്ടോ. അൽഫാം മന്തി ഇതാ റെഡിയായി. അങ്ങനെയുണ്ട്, ശരിക്കും രസമുണ്ടാ? ചൂട് ചോറും പെരിപെരി പറ്റുന്നുണ്ട്. ഒരു ദിവസം ഇരുന്നാലും മസാല നന്നായിട്ട് പിടിച്ചല്ലേ, അത് പറഞ്ഞ കഴിഞ്ഞു കഴിക്കണ പോലെ വെളുത്തുള്ളിയിലൊക്കെ മസാല കയറി തന്നെ അടിപൊളിയായിട്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ട്രൈ ചെയ്യുക, എന്നിട്ട് കമൻറ്റ് ഇടാനും മറക്കണ്ട. ബൈ.